അപ്പോഴേ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോവാം. ഇത് എത്ര വർഷം ആകുമ്പോൾ 5-8 വർഷം വളർത്തുള്ള ക്രിസ്മസ് ട്രീ ആണ്. കാവലായിട്ട് നമ്മൾ ചേച്ചി പോയി. കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇതുണ്ടോ ഓരോ ബോൾസും ഇതുണ്ടോ ഇതേപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുക. അപ്പോൾ അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ അതിൻ്റെ ആ ഒരു നമുക്കിനി വേറെ അടുത്ത വർഷം വേറെ എടുക്കണം. അപ്പം അതിൻ്റെ ആ കളറൊന്നും മങ്ങാതെ വേറെ കേടുപാടുകളൊന്നും വരാതെ അങ്ങനെ ഇരുന്നോളൂ. ഇതേപോലെ എല്ലാം അങ്ങനെ തന്നെ പേപ്പറിൽ സെറ്റ് ചെയ്ത് വെച്ച് വെക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തോ? വേസ്റ്റഡ് വലുതെടുത്തോ? തുണിയുമില്ല പോലെ ഇത് വേണം ഇത് വേണം. അതിലെന്തെങ്കിലും ഇരിക്കണം മനെ അതിൽ അഴുക്ക് പറ്റിയാൽ പോകില്ല. നീ എന്ത് പാടി തപ്പുന്ന സഭ നേതാവാ. നിനക്ക് പറ്റിയ എന്താണ് തൊള്ള? ആക്ച്വലി എന്തുവാ നിനക്ക് പറ്റിയ എന്തുവാ തൊള്ളേ? അവിടെ വല്ലതും പിച്ച് കയറിട്ടോ സെബ സത്യമായിട്ട് നീ കൊത്തുള്ളൂ കേട്ടോ. ഞങ്ങക്ക് വരാൻ പറ്റിയില്ല. ചോദിച്ചു പുള്ളി ഞങ്ങളോട് വിജയനോടൊന്നും ഉണ്ടാക്കി കൊണ്ട് കൊടുത്തോനെ ഞാൻ കൊണ്ടുപോയി ഞാൻ കൊണ്ട് കൊടുത്തില്ല കേട്ടോ. ചോദിച്ചു ഞങ്ങളോട്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് പറഞ്ഞു ചുമ്മാ ഇളക്കണതല്ലേ, ചുമ്മാ ഇളക്കണത് അച്ഛൻ വന്നിട്ടേ വരുള്ളൂന്ന്. അത് വരുമ്പോ കാണാന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടത് പറഞ്ഞു. നല്ല ഹാപ്പിയാണ്. നല്ല തലവേദന. വരൂന്നിങ്ങനെ ചെറിയ ന്യൂസ് കേട്ടപ്പോ ഞാൻ പറഞ്ഞത് ഇന്ന് അമ്മ ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് പോകാനും പെട്ടെന്ന് തീരുമാനിച്ചു. ഉണ്ണിക്കുട്ടനോട് ഞാൻ പറഞ്ഞടാ യൂബർ വിളിച്ചിട്ട് നീ പൊയ്ക്കോ നീ എന്നൊക്കെ കടാ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പഠിക്കാതെ കഴിക്കാതെ വീട്ടിലുണ്ടാക്കിയതല്ല അതിന് കണക്കുണ്ടോ? വീട്ടിൽ കൊണ്ടുപോകാൻ വേറെ തരാം കഴിച്ചോ. അവിടെ നമ്മളവിടെ പാലാരി വട്ടത്തിൽ ഇവിടെ താമസിച്ചില്ല വയറ്റില്ല. ആ ഞാനിത് താമസിച്ചില്ല. അമ്മാമ്മ എനിക്കെന്ന് അസുഖം വന്ന ഹോസ്പിറ്റലിൽ കിടന്ന് ഭയങ്കര സങ്കടം.
ഞാൻ ഒരു ഡോറിന് വ്യത്യാസമേ ഉള്ളൂ. അവിടെ അങ്കിൾ വന്നിട്ടില്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അവിടെ അങ്കിൾ വന്നിട്ടില്ലല്ലോ. അങ്കിൾ എൻ്റെ ഒന്നും അപ്പൊ വന്നിട്ടില്ല. എപ്പോഴും അല്ല, അന്ന് ജോലിയൊന്നും അവിടെ വന്നിട്ടില്ല. അറിയാമോ? ഭയങ്കര പേടിയാ. അത് ആംബുലൻസിൽ പോയപ്പോഴുള്ള കഥ പറയണോ? അത് ഞാൻ കാൽഭാഗത്തും നേഴ്സ് തലയുടെ ഭാഗത്തും ഇരിക്കുന്നത്. ഒന്ന് നേഴ്സ് നെഞ്ചിന്റെ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ട്, ഞാൻ കാലിൽ എവിടെയും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയാ രണ്ടുപേരും പിടി വിടല്ലേ. കഴിഞ്ഞ ദിവസം ഒരു രോഗി ആംബുലൻസിൽ ഇവിടെ മരിച്ച, അതുകൊണ്ട് എനിക്ക് മരിക്കാൻ പേടിയാണ്. അത് മരിക്കാനല്ല, ശിവർക്ക് വന്നിട്ടേ കസിൻ തന്നെയാണ് മരിച്ചത്. പിന്നെ ആംബുലൻസ് തെറിച്ചു കൊണ്ടോ? പുള്ളിക്കാരത്തേക്ക് ക്യാൻസർ ആയിരുന്നു. കാണിക്കാൻ കൊണ്ടുപോയതാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. 2 മാസമൊക്കെ ആയിരുന്നു വന്നിട്ട്. ഫോട്ടോസ് മരിക്കാൻ കാര്യം കൊണ്ടുപോയി മറ്റേ ബെൽറ്റ് ഇടാൻ മറന്നതാണോ ആയിരിക്കും. ആംബുലൻസ് പറഞ്ഞതാ. തക്ഷണം മരിച്ചു. 2 മാസം പോയിട്ട് അല്ലേ. അതുകൊണ്ട് അത് കേട്ട പാടെ നേഴ്സ് തന്നെ ഒരു നോട്ടം പാളി നോക്കിയല്ലേ. ഞാനും ഒന്ന് നോക്കിയൊന്നും പിന്നില്ല. പിന്നെ എനിക്ക് പിന്നെ ഷിവറിങ് നന്നായിട്ട് പെട്ടെന്ന് സോഡിയം കുറഞ്ഞത് എന്തോ യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ മര്യാദയ്ക്കുന്ന ഞാനല്ലേ. വൈകുന്നേരം ഒരു 11 മണി വരെ എങ്കിലും ഞങ്ങൾ ഈ ഫ്ലവേഴ്സിന്റെ പിള്ളേരുടെ പാട്ടും അതും ഇതൊക്കെ കണ്ട് ഒക്കെ പോയി കിടന്നതാണ്. പിന്നെ ഒരു 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആദ്യം വിളിച്ചില്ല. സ്വന്തം വിളിച്ചു വന്ന് ഞാൻ ദേശക്ക പഞ്ചായത്ത് വിളിച്ചു. അന്നേരം ഇവിടെ കിടക്കുന്നു. അപ്പം എന്നിട്ട് നടുവേദനയോടെ ഉണ്ട് പൊക്കമുള്ള ബെഡേ കിടക്കാതെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്നിട്ട് അധികം നേരം ഒന്നും ആയില്ലല്ലോ, ഉറങ്ങിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞ് 2 മണി പിന്നെ വിളിക്കും മോളി പൂരം ഉറക്കാം. അടിച്ചാലും വേദനിക്കില്ല. പോയി ഉറക്കം നശിപ്പിച്ചു. അവരിനി പിന്നെ എത്ര നേരം ഇല്ലെങ്കിലും ബിജു വരുമ്പോ വരും. അമ്മച്ചി വാക്കുന്നു നോക്കിയെന്നാ അമ്മച്ചി നാട്ടിൽ പോകും മുട്ടി വെക്കുക. ഇപ്പൊ പറ്റി ഇപ്പൊ പോകുന്ന പറയണ്ടേ. അപ്പം വരാൻ താമസിക്കുമ്പോ അത് ചീത്തയായി പോ കളയേണ്ടി വരും. അത് കൊറേ അത് ഇവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ മുഖമൊക്കെ നോക്കാൻ. അത് കൂടുതലൊന്നും വെച്ചോ. നമ്മുടെ അവിടെയുള്ള പുള്ളി ലേബർ ഇത് തന്നായിരുന്നു. ഈ ഷൂറാക്കും ആദ്യം പുള്ളി ഫസ്റ്റ് കൊണ്ടുപോകുമ്പോ വീട് രജിസ്ട്രേഷൻ പോലെ ആവുന്നതിന് പുള്ളി സെറ്റാക്കി. പുള്ളിക്കാരനെ കൊണ്ട് വെച്ചതാ അത്. ചെല്ലുമ്പോ തന്നെ തീർക്കുന്നില്ലേ. എല്ലാം ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. അല്ലല്ല അത് ചുമ്മാ അമ്മച്ചോട് അന്വേഷണം പറയണേ. നമ്മളെ നോക്കണേ. എന്താ അകത്തിടുന്ന ചെരുപ്പ് ഇട്ട് പുറത്തിറങ്ങിയിട്ട് അകത്തോട്ട് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരൊന്നും പോയില്ല. ഈ സാധനം ഇവിടെ തൂക്കിയിടരുത് കേട്ടോ, അതൊരു ഡേഞ്ചറാ. മനസ്സിലായില്ലേ ഇപ്പം? പുറത്ത് ഇതില്ലേ അത് മനസ്സിലായില്ലേ ഇപ്പം? ഇപ്പൊ കാല് കഴുകാൻ കാലും കൂടി കേറി ഇനിയിപ്പോ ഇങ്ങോട്ട് മാറ്റണം. ഉണ്ട്.
അതൊരു പാഠമായി അങ്ങള് കാണിച്ചു തന്നോണ്ടേ. തട്ടിയിട്ട് ശരിയല്ലേ? നമുക്കത്ര അറിയിച്ചില്ലായിരുന്നല്ലേ. കാല് കഴുകിന്ന് പറഞ്ഞ ഒന്നുമില്ല. ഞങ്ങള് കാല് കഴുകി. നമ്മൾ പിളങ്കുളം പള്ളിയിൽ വന്നാട്ടോ. ഇപ്പം തിരക്കൊക്കെ ഒഴിഞ്ഞു, ജോളിയങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇതിലൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇത് മറ്റേ ക്രിപ്പ് കോമ്പറ്റീഷൻ്റെ ആവശ്യം ഇഷ്ടമല്ലേ അമ്മ? എന്താ ക്രിപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? എന്താമ്മേ എന്ത് നന്നായിട്ടുണ്ടല്ലേ? ഇതേതാ? പണ്ട് നമ്മളിവിടെ വീടുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ഇതേപോലെ ഒരു ഗ്രിപ്പ് കോമ്പറ്റീഷൻ ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ യൂണിറ്റാണ്, ഹോളി ഫാമിലി. ഹോളി ഫാമിലി നമ്മുടെ യൂണിറ്റ് അല്ലേ? ഓ, എൻ്റെ മുകളിൽ സ്റ്റാറും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടില്ല. എന്താ പറഞ്ഞേ? പിന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു പാമ്പ് വേറെ ഇങ്ങോട്ടേ കൊണ്ടിട്ട് അങ്ങനെയാണ് കയറി വരുന്നിടത്തോട്ട് ഇങ്ങോട്ട് ഇഷ്ടംപോലെ ക്രിപ്സാണ് ഈ ഒരു സൈഡ് മുഴുവൻ. അപ്പോൾ സ്റ്റാർ കോമ്പറ്റീഷൻ എവിടെയാ അമ്മ? എന്താ രസം? ഒന്ന് ഇവിടെ ഇങ്ങനെ നമുക്ക് വല്ലതും ഉണ്ടോ? ഇപ്പം നമ്മൾ പള്ളി അത്ര ആക്റ്റീവ് അല്ല മുമ്പ് അല്ലേ അമ്മ? അല്ലേ? നമ്മൾ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് യൂണിറ്റിലൊക്കെ അച്ഛനല്ലേ എന്തൊക്കെ കോമ്പറ്റീഷനൊക്കെ ഒരു പ്രാവശ്യം വന്നുണ്ടാക്കി. എന്താ മഞ്ഞ ടീം ഫസ്റ്റ് പ്രൈസ് ആണോ? അപ്പോൾ ഇത് ക്രിസ്മസ് കഴിയുന്നവരെ കാണും കാണും. ക്രിസ്മസ് ഇപ്പം ആയില്ലേ? അത് ഈ ആഴ്ച ആയല്ലോ ക്രിസ്മസ്. പോവാണോ നമ്മള്?
അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ.